നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. പ്രിയൻചേട്ടാ, കൈലാസാറിനെ കാണുമ്പോ കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? ഈ കുറ്റബോധം ഇനിയും കൂടെ ഉള്ളൂ. ഇങ്ങനെ അദ്ദേഹത്തെ പറ്റിക്കുന്ന ശരിയല്ല പ്രിയൻചേട്ടാ. അദ്ദേഹത്തിനോട് സത്യം നമുക്ക് തുറന്നു പറയാം. നീ പറയുന്നത് ശരിയാണെന്ന് എനിക്കും അറിയാം. അദ്ദേഹത്തെ ചതിക്കാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. നമ്മളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അദ്ദേഹത്തോട് ഞാൻ തന്നെ തുറന്നു പറയും. പക്ഷേ അതിപ്പോഴല്ല. കരുണാകരന്റെ മുന്നിൽ തോറ്റുപോയിരുന്നെങ്കിൽ കമ്പനി വിട്ടുപോകാനായിരുന്നു കൈലാഷ് സാർ തീരുമാനിച്ചിരുന്നത്. അത്രയും വാശിയുള്ള ഒരാൾ ജീവന് തുല്യം സ്നേഹിച്ച പെൺകുട്ടിയെ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? അദ്ദേഹം സത്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടില്ല. അങ്ങനൊരു അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തെ എല്ലാം പറഞ്ഞ് ധരിപ്പിച്ചോളാം. നീ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്താ കൈലാഷ് സാറിനെ കുറിച്ച് ആലോചിക്കണോ? അത് ഞാൻ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ കഴിക്കാൻ നോക്ക്. പ്രിയൻചേട്ടൻ കഴിച്ചോ? ഇല്ല. അതെന്താ? കൈ മുറിഞ്ഞിരിക്കുകയല്ലേ? അശ്ശോ, എന്തു പറ്റി? ഇതെന്താ 5 വിരലും മുറിഞ്ഞിരിക്കുന്ന? അമ്മ അടുക്കളയിൽ സഹായിക്കാൻ പറഞ്ഞപ്പോ ആവേശത്തില് പച്ചക്കറി അരിയാൻ പോയതാ. ശീലമില്ലാത്ത പരിപാടിയല്ലേ, കൈ മുറിഞ്ഞുപോയി. ഞാൻ കഴിക്കട്ടെ, നല്ല വിശപ്പ്. ഒരാളിവിടെ 5 വിരല് മുറിഞ്ഞിരിക്കുകയാണെന്ന് ഇവക്ക് കണ്ടൂടെ? എനിക്ക് വേണോന്നൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കഴിക്കുന്ന കണ്ടില്ലേ? ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയുന്നത് വെറുതെ. 2 ഇടിയപ്പം പങ്കുവയ്ക്കാൻ തോന്നാത്ത ഇവളുടെ കൂടെ ഞാൻ എന്റെ ജീവിതം മുഴുവൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എന്താ ഞാൻ കഴിക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് വയറുവേദന വരുത്താനാണോ? ഏയ് അല്ല, ഇത്രയും ഭംഗിയുള്ളൊരു പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോ തന്നെ പകുതി വിശപ്പങ്ങ് പോവും. എന്നാ കുഴപ്പമില്ല, നോക്കിയിരുന്ന് വിശപ്പ് മാറ്റിക്കോ. ഞാൻ അമ്മയുണ്ടാക്കുന്ന ഇടിയപ്പം കഴിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇത്രയും സ്വാദ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇതാ. അതിന് ഉണ്ടാക്കിയത് അമ്മയല്ലേ? പക്ഷെ വാരിത്തരുന്ന നീയല്ലേ? സോപ്പിട്ടത് മതി. ഇനി മതി. ഇനി ഞാൻ നിനക്ക് വാരിത്തരാം. അതെങ്ങനെ? പ്രിയൻചേട്ടന്റെ കൈ മുറിഞ്ഞിരിക്കല്ലേ? നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച ഈ മുറിവൊക്കെ ഒറ്റയടിക്ക് ഉണങ്ങിപ്പോവും. എന്താ കാണണോ? കണ്ടോ? 1 2 3 4
ദേ 5. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ കൈ മുറിഞ്ഞിട്ടേയില്ല. നിന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം തോന്നി. അതിനുവേണ്ടി ഞാനൊരു നാടകം കളിച്ചത്. എനിക്കത് നേരത്തെ മനസ്സിലായി. അതെങ്ങനെ? പ്രിയൻചേട്ടൻ വലം കൈയനല്ലേ? ആ കൈ കൊണ്ട് പച്ചക്കറി അരിഞ്ഞാൽ ഇടത്തെ കൈയല്ലേ മുറിയേണ്ടത്? നാടകം പൊളിഞ്ഞല്ലേ? തുടക്കത്തിലേ പൊളിഞ്ഞു. പിന്നെ നീ എന്താ അപ്പോഴേ പറയാത്തെ? എനിക്കും പ്രിയൻചേട്ടന് ഭക്ഷണം വരുത്തരണമെന്നുണ്ടായിരുന്നു. അത് കൊള്ളാലോ. പ്ലേറ്റ് താ, ഞാൻ തരാം. ഓരോരോ നിലവിലും വന്നു അനുദിനം മായാതെ എന്നെ തേടി ഞാൻ വരട്ടെ. മറവിതൻ മഞ്ഞോലും ഇലകളിൽ പൂവിൽ പ്രണയമേ നീ തൊട്ടു തെന്നൽ പോലെ ഹൃദയമധുര ചഷകം ഓരോ നിമിഷമതിലും നിറയാൻ നീ എന്നിൽ വീണ്ടും വീണ്ടും പൊഴിയേ. ഹലോ, എന്താ നടക്കുന്നത്? പ്രിയ വന്നില്ലേ? ഇല്ല സർ, പ്രിയൻചേട്ടൻ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അയ്യോ, എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല, എല്ലാ മാസമുള്ള പരിശോധനയാ. ഓ, എന്നാ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പാർവതി, കയറ്. വേണ്ട സർ, ഞാൻ നടന്നോളാം. അതെന്താ, പാർവതിക്ക് എന്റെ കൂടെ കാറിൽ കയറാൻ മടിയാണോ? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം? കുറച്ച് ദൂരല്ലേ ഉള്ളൂ. നല്ല കാലാവസ്ഥയോ, ചുമ്മാ ഒന്ന് നടക്കണം തോന്നി. പറയുന്ന പോലെ നല്ല കാലാവസ്ഥയാ. എങ്ങോട്ട്? കമ്പനിയിലേക്ക്. ഞാനും നടക്കാം. അയ്യോ, അതൊന്നും വേണ്ട സർ. താനെന്താ ഞാൻ കനലിന്റെ മീതെ നടക്കാൻ പോകുന്നത് പോലെ ബിൽഡപ്പ് കൊടുക്കുന്ന? ഞാൻ വെയിൽ കൊണ്ടെന്ന് കരുതി ഉരുകൊന്നുമില്ല. അപ്പൊ സാറിന്റെ ഈ കാറ്? അതിവിടെ തന്നെ കിടന്നോളൂ. പാർവതി വാ. പാർവതി ആകെ ടെൻഷനിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറെന്തിനാ വെറുതെ എന്റെ കൂടെ നടക്കുന്നത്? നമ്മളെ കണ്ട കമ്പനിയിലുള്ളവരെന്തേലും മോശം പറഞ്ഞു വരും. പാർവതിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശം പറഞ്ഞാ അത് എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ പാർവതിയുടെ കൂടെ നടക്കാൻ ഒരു കാരണമുണ്ട്. എനിക്ക് പാർവതിയുടെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണണം. അതിന് AC-യും കൊണ്ട് കാറിനകത്ത് യാത്ര ചെയ്താൽ പറ്റില്ല. തന്നെ കുറിച്ച് ഞാൻ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. എല്ലാം ഞാൻ മനസ്സിലാക്കി എടുക്കും, അല്ലാതെ പറ്റില്ലല്ലോ. വാ നടക്ക.